ഇടുക്കി പണിക്കൻകുടി കൊമ്പടിത്താലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവം അപകടകമെന്ന നിഗമനം. ഷോർട്ട് സർക്യൂട്ട് മൂലമോ മണ്ണെണ്ണ വിളക്കിൽ നിന്ന് തീ പടർന്നോ അപകടം സംഭവിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. 3 മൃതദേഹങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. പണിക്കൻകുടി കൊമ്പടിഞ്ഞാൽ തെള്ളിപ്പടവിൽ അനീഷിന്റെ ഭാര്യ ശുഭയുടെ അമ്മ പൊന്നമ്മ, മക്കളായ അഭിനവ്, അഭിനന്ദ് എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത്. കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ തള്ളിക്കളയുകയാണ്. തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കരുതുന്നു. വെള്ളിയാഴ്ച അപകടം നടന്നു എന്നാണ് നിഗമനം. എന്നാൽ ഇന്നലെ വൈകിട്ടാണ് കുടുംബത്തിന്റെ ദാരുണാന്ത്യം പുറത്തറിയുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 6:30 കൂടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ അയൽവാസി വിളിച്ച് എൻ്റെ ഭാര്യനെ വിളിച്ച് ഇവിടെ നിങ്ങളുടെ പെര കത്തിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, അവരെവിടെ പോയി എന്നെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ ആളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം വന്നത്. അവരിവരെ അങ്ങ് പോയതായിട്ട് അറിയത്തില്ല. അപ്പോൾ തന്നെ ഞാൻ വണ്ടി വിളിച്ച് ഇവിടെ വന്നു. ഇവിടെ വിളിച്ചപ്പോഴത്തേനും അയൽവാസികളെല്ലാം കൂടി ഒരു കുട്ടീനെ പൊള്ളലേറ്റ നിലയിൽ അടിമലയ്ക്ക് കൊണ്ടുപോയിരുന്നു. ബാക്കി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ 1-2 ബോഡി ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റി. ശുഭ, പൊന്നമ്മ, അഭിനന്ദ് എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിപ്പോയിരുന്നു. അഭിനവിന്റെ മൃതദേഹം പൊള്ളലേറ്റ നിലയിൽ വീടിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. ഈ മൃതദേഹം ഇന്നലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് എന്നിവരെ എത്തിച്ച് പരിശോധന നടത്തി. 4 വർഷം മുമ്പാണ് ശുഭയുടെ ഭർത്താവ് അനീഷ് കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.